ഇത് കണ്ടോണേ, ഇതൊരു കുറച്ചൊരു പഴയ വീഡിയോ ആണ്, എന്നാലും ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അതായത് പഴയകാല നായിക ശാന്തി കൃഷ്ണയെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ശാന്തി കൃഷ്ണയോട് ചോദ്യം ചോദിക്കുന്നു, മാം ഇപ്പം തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാറുണ്ടോ? ഇപ്പം ചോദ്യം ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ ഒരു സംശയം കാണും, ഇവരിപ്പോൾ പഴയ പോലെ ആക്റ്റീവായ നടിയല്ലല്ലോ, ഒരു ഫാമിലി ലേഡിയൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ സ്ഥിരമായിട്ട് തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്ന ഒരു ടൈപ്പ് അല്ലായിരിക്കാം എന്നൊരു സംശയം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ആളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ അതിന് അവരൊരു മറുപടി പറയുന്നുണ്ട്. റീസെന്റ് കണ്ട ഒരു തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിൽ പോയി സിനിമകൾ കാണാറുണ്ടോ മാം? കണ്ടു. ഞാൻ F1 കണ്ടു, ലോകം കണ്ടു. ആണോ? കണ്ടില്ലേ? അതോടുകൂടി ആ ചോദ്യം അവസാനിച്ചു. ആ ചോദ്യം ചോദിച്ച ആളും കേട്ട നമ്മളും ചെറുതായിട്ടും ഞെട്ടിക്കാണും. അതായത് അവരിവിടെ ഇറങ്ങുന്ന ഈ പട്ടാസ് പടങ്ങൾ മാത്രം കാണുന്നൊരു സാധാരണക്കാരിയല്ല, അത്യാവശ്യം വേൾഡ് സിനിമയൊക്കെ കാണുന്ന ഒരാളാണ്. ഇനി ഈ വർഷത്തെ ഇവിടുത്തെ മെയിൻ തള്ളുപടമായ ലോക എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഗ്രേറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ലോഗോ? എനിക്ക് സോ ഐ കനോട്ട് സേ ഇവരെല്ലാവരും പറയുന്ന പോലെ വാവ് എന്ന് എനിക്ക് ഇതേവരെ തോന്നിയില്ല. ബട്ട് ഐ ഓക്കെ, ഇറ്റ് വാസ് ഗോയിങ് ഓൺ. സെക്കൻഡ് ഹാഫ് ഐ ഫെൽറ്റ് ലിറ്റിൽ സ്ലോ ഇടയ്ക്ക്. പക്ഷെ അതർവൈസ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഉള്ളൂ, അല്ലാതെ ഐ ലവ്ഡ് ഇറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ ഐ തിങ്ക് യൂത്ത് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്. ഇറ്റ്സ് എ മിക്സ്ഡ് ഒപ്പീനിയൻസ്. അവർ ആ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അത് കറക്റ്റാണ്. ഞാനും ഫസ്റ്റ് ഡേ എന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ തിരിച്ചാണ് പറഞ്ഞത്. അതായത് പടത്തിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു. അത് പെൻഹാഗിലായിക്കോട്ടെ, ഞാൻ അതൊന്നും അല്ല പറയാൻ ഉദ്ദേശിച്ചത്. സാധാരണ ഒരു സിനിമാക്കാരോട് തന്നെ സിനിമയെ പറ്റി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേച്ചി പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നെഗറ്റീവായിട്ട് ഒരു അഭിപ്രായം പറയാറില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ പറയാറുള്ളൂ. ഉഗ്രം പടമാണ്, വേറെ ലെവലാണ്, നല്ല മെസ്സേജ് ഉണ്ട്, ഫാമിലി ഏറ്റെടുത്തു, അങ്ങനെയൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഇവർ അങ്ങനെയല്ല. അവർ ഈ പടം ഇത്രയും വലിയ ഹിറ്റ് പടമായിട്ട് പോലും അത് കണ്ടിട്ട് അവർക്ക് മനസ്സിൽ എന്താണോ തോന്നിയത് അത് ഉള്ളതുപോലെ ക്യാമറയുടെ മുന്നിലായാലും അവരുള്ള സത്യം പറഞ്ഞു. സാധാരണ ഒരു സിനിമാക്കാരോട് ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലെങ്കിലും അത് ഉഗ്രനാണെന്നുള്ള പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ.